ഇപ്പോ സംസാരിച്ച സമയത്ത് ആഹ്, ഈവൻ ആദ്യമേ സംസാരിച്ച സമയത്തും ഭക്ഷണത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും മൃഗങ്ങള് അസുഖമൊക്കെ വരുമ്പോ ഫാസ്റ്റ് ചെയ്യാണ് ബേസിക്കലി ചെയ്യണെ. അപ്പൊ ഈ ഫാസ്റ്റിംഗ് എന്നുള്ളത് എത്രത്തോളം വല്യ ഒരു എന്താണ് ഒരു ഉപാധിയാണ് നമ്മുടെ മൊത്തം സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാനൊരു 7 ദിവസം വാട്ടർ ഫാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഐ ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ ഫാസ്റ്റിംഗ്. അപ്പം പല ആൾക്കാരും ഇത് മസിൽ ലോസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മസിലാണ് നമുക്ക് ലൂസ് ആവുന്നത്, വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാലും, എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ മെന്റലി എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും. എനിക്ക് കൂടുതൽ എനർജി ഉണ്ടാവും. ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആണ് വെൻ ഐ എം ഫാസ്റ്റിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പല സമയത്തും വിചാരിക്കാറുണ്ട്, സുകൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിപ്പം സാറ് പറഞ്ഞ പോലെ ഗുരുജി പറഞ്ഞ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം കഴിഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന ഒരാളുടെ അടുത്താണ് നാച്ചുറോപ്പതി, ഫാസ്റ്റിംഗ്, യോഗ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്നാണ് ആ സിനിമ വന്നതെങ്കിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമായിരുന്നു. ബിക്കോസ് ഇന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. ആൾക്കാർ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളൊരു ശാഠ്യമുണ്ട്. പ്രൂഫ് ഉള്ളത് മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളൊരു ശാഠ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഫാസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ലോജിക്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഗുരുജി വിചാരിക്കുന്നത്? സി ഓട്ടോഫാജി എന്നൊരു വാക്ക് ഉം. ഈ 60 വർഷമേ ആയിട്ടുള്ളൂ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മൃതകോശങ്ങൾ, ഉം. മരിച്ച കോശങ്ങളുണ്ട്. ഇതിന് ദേഹത്തിന് എപ്പോഴും പുറന്തള്ളേണ്ടതുണ്ട്. പക്ഷേ ഇതിന് ശരീരത്തിന് നാം അവസരം കൊടുക്കുന്നില്ല. ആ. കാരണം ആധുനിക മനുഷ്യന് വിശപ്പില്ല. ഉം. വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം പൂർണ്ണമായിട്ടും ഒഴിയുമ്പോൾ മാത്രമേ വിശപ്പ്. വിശപ്പ് എന്ന അനുഭവം നമുക്കുണ്ടാവും. പിന്നെ ഇപ്പോഴും നമുക്ക് വിശക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉം. അങ്ങനെ ഹങ്കറും അപ്പറ്റൈറ്റും തമ്മിലുള്ള യെസ്, വ്യത്യാസം അല്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പോൾ തിന്നണം എന്ന ഒരു ട്രിഗറേ ഉള്ളൂ. പക്ഷേ ആക്ച്വൽ അപ്പറ്റൈറ്റ് ഇല്ല. ഇല്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, ഇതും ആവശ്യമില്ലാതെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്, ഓരോ 4 മണിക്കൂറും നിങ്ങൾ ആഹാരം കഴിക്കണം. അത് 4 മണിക്കൂർ കൊണ്ട് സർവ്വതും ദഹിക്കും. അപ്പോൾ ഇപ്പോഴ് നോബൽ പ്രൈസ് നേടിയ ഒരു ജാപ്പനീസ് ഡോക്ടർ വ്യക്തമായിട്ട് തെളിയിച്ചതാണ് ഈ ഓട്ടോഫാജി എന്ന് പറയുന്നത്. അതായത് മൃതകോശങ്ങളെ നാം ഫാസ്റ്റിങ്ങിലൂടെ പുറന്തള്ളാൻ ശരീരത്തെ സഹായിച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ ഈ പ്രോസസ്സ് കൊണ്ട് നമുക്ക് തടയാം. ഇതല്ലേ എല്ലാ മതങ്ങളിലും എല്ലാ തത്വസംഹിതകളിലും ഫാസ്റ്റിങ്ങിലൂടെ പഠിപ്പിച്ചത്. നമ്മുടെ ഹിന്ദു സംവിധാനത്തിൽ നിർജ്ജലോപവാസം എന്നൊരു ഉപവാസമുണ്ട്. നിർജ്ജലം, ഉം. ജ വെള്ളവും ഇല്ല. വെള്ളം പോലും കഴിക്കാതെ മാസത്തിൽ 2 പ്രാവശ്യം. ഉം. അതായത് വെളുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന 11-ാം ദിവസം, കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന 11-ാം ദിവസം. ഉം. ഈ 11 ദിവസങ്ങൾ, ഏകാദശി ദിവസങ്ങളിൽ ഉം. വെള്ളം പോലും കഴിക്കാതെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഫാസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നിർജ്ജലോപവാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? 11.5 മണിക്കൂറിൽ കൂടുതൽ ശരീരത്തിൽ ഈ ആഹാരവും വെള്ളവും ചെന്നില്ലെങ്കിൽ നമ്മുടെ പെരിട്ടോണിയം എന്ന് പറയുന്ന ശരീരഭാഗത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവും. ഈ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ ശരീരം അതിനെ അപകടകരമായൊരവസ്ഥയായി പരിഗണിക്കും. ഉം. അവിടെ നമ്മുടെ ഈ എന്താണ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്റ്റീവ് ആകും. ഉം. ആ സമയത്ത് ശരീരം ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. എന്തിന്? ഉം. ഈ പെരിട്ടോണിയത്തിലെ സ്ക്രാച്ചുകളെ ഉണക്കാൻ. ഉം. അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺ ദേഹത്തുള്ളിടത്തോളം കാലം ക്യാൻസർ സെല്ലിന് വളരാൻ കഴിയില്ല. എങ്ങനെയുണ്ട്? ഉം. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നിശ്ചലമാക്കി വർക്ക് ഫ്രീ ആക്കിയിട്ടാൽ എന്ത് പറ്റും? ആ സമയത്ത് മാത്രമേ ശരീരത്തിന് റിപ്പയർ വർക്ക് ചെയ്യാൻ കഴിയൂ. ആമാശയത്തിൽ വെള്ളമോ ആഹാരമോ ഉള്ളിടത്തോളം കാലം അത് എപ്പോഴും കൺസ്ട്രക്റ്റീവ് മോഡിലായിരിക്കും. ഉം. റിപ്പയർ മോഡിലേക്ക് ഷിഫ്റ്റ് ആവില്ല. ബോഡിക്കൊരു വലിയ ഇൻ്റലിജൻസ് ഉണ്ട്. ഉം. അതെപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
അപ്പോൾ ആമാശയത്തിൽ ഇത് വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക, അതെപ്പോഴും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുക. ചിന്തകൾ വന്നാൽ ഉടനെ ചിന്തയ്ക്കനുസരിച്ച് ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാവും. ആ ഹോർമോൺസിനെ പിന്നെ ശരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക. ഈ എൻഗേജ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ശരീരത്തിൽ റിപ്പയർ നടക്കില്ല. റിപ്പയർ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും കോശങ്ങൾ, ലക്ഷക്കണക്കിന് കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നശിച്ച കോശങ്ങൾ എപ്പോഴും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ പുറന്തള്ളാൻ ശരീരത്തിന് സ്പേസ് കിട്ടുന്നില്ല. ഈ ഫാസ്റ്റിങ്ങിലൂടെ, അത് വാട്ടർ ഫാസ്റ്റിനേക്കാളും നല്ലത് പിന്നെ വെള്ളവും വിത്തൗട്ട് ഫാസ്റ്റ്. ഇല്ലാതെ ഫാസ്റ്റ്. അതാണ്. അങ്ങനെ ഏത് വിധത്തിലെങ്കിലും ഫാസ്റ്റിങ്ങിലൂടെ നാം ഈ ഡെഡ് സെൽസിനെ എക്സ്പെൽ ചെയ്യാൻ ശരീരത്തെ സഹായിച്ചാൽ ഇന്ന് നാം കാണുന്ന 99% രോഗത്തെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാം. മറ്റൊന്ന്, ഇല്ലായ്മ ചെയ്യുന്നതിനുപരി നമ്മുടെ മറ്റ് ഹിഡനായിട്ട് കിടക്കുന്ന പൊട്ടൻഷ്യൽസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിന് ക്ലാരിറ്റി കൂടുമെന്ന് പറയുന്നത്. ഇങ്ങനെ ഏതവസ്ഥയിലും വളരെ പ്രൊഡക്റ്റീവ് ആകാനും കണ്ടൻറ്റഡ് ആകാനും പറ്റിയ ഒരു മാർഗം യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് ആണ്.